മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശത്രുക്കൾക്ക് എല്ലാവർക്കും തിരിച്ചടികൾ കിട്ടുന്ന എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത്. എന്തായാലും നമ്മളുടെ മഞ്ജുവിനെ കാണാനായിട്ട് കണ്ണനും മഹാലക്ഷ്മിയും വരുമ്പം മഞ്ജു അമ്മയാകാൻ പോവാന്നുള്ള ആ ഒരു സത്യം മഞ്ജു കണ്ണനോടും മഹാലക്ഷ്മിയോടും പറയുന്നുണ്ട്. അന്നേരം തന്നെ മഹാലക്ഷ്മിയും കണ്ണനും പറയുന്നുണ്ട്, ഇതൊരിക്കലും നിൻ്റെ അമ്മയോ നിൻ്റെ നാത്തൂനോ അറിയരുത്, അല്ലെങ്കിൽ തന്നെ നിങ്ങളെക്കാളും മുന്നേ അമ്മയാവേണ്ടവളായിരുന്നു അവൾ. അവളുടെ അച്ഛൻ്റെയും മുത്തശ്ശിയുടെയും അവളുടെയും കയ്യിലിരിപ്പ് കൊണ്ട് ആ കുഞ്ഞ് പോയി. പിന്നീട് അവൾക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുമില്ല. എന്തായാലും ഈ സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്കായിരിക്കും ഏറ്റവും അസൂയയും കുശുമ്പും വന്നേന്ന്. ആ സമയത്ത് നമ്മളുടെ മഞ്ജു ഈ കണ്ണനും മഹാലക്ഷ്മിയും പിണങ്ങിയതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. അന്നേരം ഇവർ അതിന് മറുപടി ഒന്നും പറയണില്ലെങ്കിലും മഞ്ജു പറയുന്നുണ്ട്, എന്തോ തക്കതായ കാരണമുണ്ട്, അല്ലാതെ നിങ്ങൾ പിണങ്ങില്ല എന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ലടി, വെറുതെ ഒരു സൗന്ദര്യപ്പണക്ക. എന്തായാലും നിങ്ങൾ രണ്ടുപേരും തമ്മിൽ പിണങ്ങരുത്. അങ്ങനെ പിണങ്ങിയിട്ടുണ്ടെങ്കിൽ അമ്മയുടെ സന്തോഷം കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് പ്രധാനം, അതുകൊണ്ട് നീ സന്തോഷമായിട്ടിരിക്കണം എന്ന് പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, എന്നാലും എനിക്ക് നിങ്ങൾ പിണങ്ങി എന്തിനാണെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ ഉണ്ടാവില്ല ഏട്ടാ. എന്നാലും എന്തിനായിരിക്കും നിങ്ങൾ പിണങ്ങിയെന്ന് വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ അതൊന്നുമില്ല, നീ ഇനി അതാലോചിച്ച് ടെൻഷനാകുമൊന്നും വേണ്ട, എന്തായാലും നമുക്ക് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ മഹി പറയുന്നുണ്ട്, എന്നാൽ പോകാൻ കണ്ണേട്ടാ, ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഇതിൽ വരാടി, നിനക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടെന്ന് പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, അതൊന്നും വേണ്ട എടുത്തിന്ന് പറയുമ്പം അതൊന്നും ശരിയാവില്ല, നീ എന്ത് പറഞ്ഞാലും ഞങ്ങൾ എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ടേ തിരിച്ചു വരുള്ളൂ, ഇനി വരുമ്പോൾ കാണാടിയെന്നും പറഞ്ഞ് യാത്ര പറഞ്ഞു പോകുന്നുണ്ട്. പിന്നീട് കണ്ണനും മഹാലക്ഷ്മിയും കാറിൽ കയറി പോയി കഴിഞ്ഞതും മഞ്ജു ആണെങ്കിൽ സാഹറിനോട് പറയുന്നുണ്ട്, എനിക്കിപ്പോഴാണ് സമാധാനമായത്, എന്തായാലും ഏടത്തെയും ഏട്ടനും തമ്മിലുള്ള പിണക്കമൊക്കെ മാറിയല്ലോ. ആ സമയത്ത് സാഗർ പറയുന്നുണ്ട്, അങ്ങനെ കണ്ണൻ സാറിന് മഹാലക്ഷ്മിയായിട്ട് പിണങ്ങി നിൽക്കാനൊന്നും പറ്റില്ല മഞ്ജു, ഇനി ഒരിക്കലും അവരുടെ ജീവിതത്തിൽ ഇതുപോലൊരു പിണക്കം ഉണ്ടാവുകയില്ല എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കരുണേനെയാണ്. കരുണയാണെങ്കിൽ ഇങ്ങനെ എല്ലാം കൂടി ആലോചിച്ചിട്ട് കരുണയ്ക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. എന്തായാലും സത്യങ്ങൾ അറിഞ്ഞാൽ ഉണ്ണിയേട്ടൻ എന്നെ ഇവിടുന്ന് പുറത്താക്കും, ആ കാര്യത്തിൽ ഒരു സംശയമില്ല. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഉണ്ണിയേട്ടൻ എന്നോട് സ്നേഹമൊന്നുമില്ല, അച്ഛന് സുഖമില്ലാണ്ടായതോടുകൂടി എന്നോടുള്ള എല്ലാ ഇഷ്ടവും പോയിട്ടുണ്ട്, ഇനിയിപ്പം സത്യങ്ങൾ അറിയേണ്ട താമസമുള്ളൂ എന്നെ ഇവിടുന്ന് പിടിച്ച് പുറത്താക്കാൻ. അതിനു മുമ്പ് എങ്ങനെയെങ്കിലും കുറച്ച് കാശ് സമ്പാദിക്കണം. ഇനിയിപ്പോൾ അച്ഛൻ്റെ സ്വത്തും കണ്ടുകൊണ്ടിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. കണ്ണേട്ടൻ കേസിന് പോയിട്ടുണ്ടെങ്കിൽ കേസ് നടത്തി തന്നെ അച്ഛൻ്റെ സമ്പാദ്യമൊക്കെ തീരും. അതുകൊണ്ട് ഇനി എനിക്ക് സമ്പാദിക്കാൻ പറ്റിയ ഒരേ ഒരു മാർഗം അമ്മാവനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് എനിക്ക് ആവശ്യത്തിനുള്ള പൈസ ഉണ്ടാക്കാം. അങ്ങനെ കാരണം ഇതെല്ലാം ആലോചിച്ചുകൊണ്ട് ഫോണെടുത്ത് അമ്മാവന് വിളിക്കുന്നുണ്ട്. ഇതേ സമയം സീമന്തിനെയാണെങ്കിൽ ഈ വാമദേവന് ചൂടൊക്കെ പിടിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കരുണയുടെ ഫോൺ വരുന്നത്. കരുണയുടെ കോൾ കണ്ടതും വാമദേവൻ പറയുന്നുണ്ട്, ആ കുട്ടി പിശാശ് എന്തിനായിരിക്കും ഇനി വിളിക്കണേന്നും ചോദിച്ച് ഫോൺ എടുത്തിട്ട് എന്താ മോളേന്ന് ചോദിക്കുമ്പം, അതേ അമ്മാവ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. കണ്ണേട്ടൻ സത്യങ്ങൾ അറിഞ്ഞു എന്നുള്ളത് നേരാ, പക്ഷേ കണ്ണേട്ടൻ എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടില്ല, കുറച്ച് സത്യങ്ങൾ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. കൊന്നത് ആരാന്നേ അറിഞ്ഞിട്ടുള്ളൂ, കൊല്ലിച്ചത് ആരാന്ന് ഇതുവരെ കണ്ണേട്ടനെ അറിഞ്ഞിട്ടില്ല. ഇപ്പം തന്നെ കണ്ണേട്ടൻ നല്ല ദേഷ്യത്തില്ല. ഇനിയിപ്പോൾ കൊല്ലിച്ചത് അമ്മാവനാന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണേട്ടൻ എങ്ങനെ പെരുമാറുമെന്ന് ഞാൻ പറയാതെ തന്നെ അമ്മാവനെ അറിയാലോ. അതിനിപ്പോൾ ഞാൻ എന്ത് വേണമെന്നാണ് മോള് പറയണേന്ന് ചോദിക്കുമ്പോൾ, വേറെ ഒന്നും വേണ്ട, എനിക്കിപ്പോൾ പൈസയ്ക്ക് കുറച്ച് അത്യാവശ്യമുണ്ട്, അതുകൊണ്ട് എനിക്ക് കുറച്ച് പൈസ വേണമെന്ന് പറയുന്നു. ആ സമയത്ത് വാമദേവൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്തിനാ മോളെ ഇപ്പോൾ പൈസ? ഉണ്ണിയുടെ കയ്യിൽ ഇഷ്ടംപോലെ പൈസയുണ്ട്, അതുകൂടാതെ പ്രതാപനാണെങ്കിലും വേണ്ട സമ്പാദ്യമുണ്ട്, പിന്നെ നിനക്ക് പൈസയുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിക്കുമ്പം, അവരുടെ സമ്പാദ്യമൊക്കെ അവിടെ ഇരുന്നോട്ടെ, എനിക്ക് എൻ്റേതായിട്ട് കുറച്ച് പൈസ വേണം, അതിനാണ് ഞാനിപ്പോൾ അമ്മാവനെ വിളിച്ചത്. അതിന് എൻ്റെ കയ്യിൽ എവിടുന്നാ മോളെ പൈസ? മേഘനാണെങ്കിൽ ഇങ്ങനെ കിടക്കുക, അതുപോലെ എനിക്കാണെങ്കിൽ ഇപ്പോൾ ജോലി ഇല്ല എന്ന് പറയുമ്പം, ജോലി ഇല്ലെങ്കിലും കണ്ണേട്ട മാസം നിങ്ങളുടെ രണ്ടുപേരുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് തരണില്ലേ, അതിൽ നിന്ന് തന്നാൽ അതിൽ നിന്ന് പറയണു. എന്നിട്ട് വാമദേവൻ ചോദിക്കുന്നുണ്ട്, മോളെന്താ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണെന്ന് ചോദിക്കുമ്പോൾ, ഇത് ബ്ലാക്ക് മെയിലിംഗ് ആണെങ്കിൽ അമ്മാവൻ അങ്ങനെ തന്നെ ധരിച്ചോ, എന്തായാലും ഞാൻ ചോദിക്കുമ്പം എനിക്ക് ആവശ്യമുള്ള പൈസ എൻ്റെ അക്കൗണ്ടിൽ എത്തണം, ഇല്ലെങ്കിൽ സത്യങ്ങളെല്ലാവരും അറിയുന്നു. അത് കേട്ടതും വാമദേവൻ പറയുന്നുണ്ട്, എന്നാലും മോളെ നീ എന്നോട് ഇത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ, അമ്മാവനല്ലേ ശരിക്കും ഇതിൽ തെറ്റ് ചെയ്തേക്കണേ, എൻ്റെ അച്ഛന് കൊട്ടേഷൻ കൊടുത്ത് കണ്ണേട്ടൻ്റെ അച്ഛനെ കൊല്ലിച്ചത് അമ്മാവനാ, എന്നിട്ട് അമ്മാവൻ തന്നെ ലക്ഷ്മിയെ ബ്ലാക്ക് മെയിൽ ചെയ്തില്ലേ പൈസയ്ക്ക് വേണ്ടിയിട്ട്, അപ്പം പിന്നെ ഇതൊരു തെറ്റൊന്നും അല്ല അമ്മാവാന്ന്. അങ്ങനെ വാമദേവൻ വിഷമത്തോടുകൂടി ഫോൺ വയ്ക്കുന്നുണ്ട്. ആ സമയം സീമന്തിന് ചോദിക്കുന്നുണ്ട്, എന്താ വാമേട്ട അവൾ പറയണേ, അവൾക്ക് എന്താ പൈസ വേണമെന്നാണ് പറയണതെന്ന് ചോദിക്കുമ്പോൾ, അതേ സീമന്തിന് ഇപ്പം അവൾ എനിക്ക് വലിയ തലവേദന ആയേക്കണേ, കണ്ണനോടല്ലെങ്കിൽ സത്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമെന്ന് അവൾ പറയണേന്ന് പറയുമ്പം സീമന്തിന് പറയുന്നുണ്ട്, അല്ലെങ്കിലും അവളൊരു ദുഷ്ടജന്മ, ആ പ്രതാപൻ്റെ അല്ലേ മോള്, നിങ്ങളല്ലേ അവളുടെ കൂട്ടുകൂടി ഓരോന്നിനും നിൽക്കുള്ളൂ. ഇപ്പം എന്തായി, നിങ്ങൾ അവളെ അറിയിച്ച് മഹാലക്ഷ്മിയെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പോയി, ഇപ്പം അവൾ നിങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്യണു,
ഇനി പൈസ എവിടെന്നെങ്കിലും ഉണ്ടാക്കി കൊടുത്തോ, ഇല്ലെങ്കിൽ അവൾ കണ്ണനോടും ഉണ്ണിയോടും ദുർഗയോടൊക്കെ സത്യങ്ങൾ പറയും. പിന്നെ നിങ്ങളുടെ അവസ്ഥ എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല. ആ സമയം വാമദേവൻ പറയുന്നുണ്ട്, അവളെ ഞാൻ അങ്ങനെ സൂഹിക്കാനൊന്നും വിടില്ലടി. എൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് അവളത് ഉപയോഗിക്കുകയില്ല, എന്താ വേണ്ടതെന്ന് എനിക്കറിയാമെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനും മഹാലക്ഷ്മിയും കൂടി ഈ മഞ്ജുവിന് ഇഷ്ടമുള്ള ഫ്രൂട്ട്സും സാധനങ്ങളെല്ലാം ഫ്രൂട്ട്സ് കടയിൽ കയറി ഓരോന്നായിട്ട് വാങ്ങുന്നുണ്ട്. ആ സമയത്ത് മഹാലക്ഷ്മിയുടെ വീടിൻ്റെ പരിസരത്ത് താമസിക്കുന്ന ഒരാൾ ഈ മഹാലക്ഷ്മിയെയും കണ്ണനെയും കാണുന്നുണ്ട്. അയാളും അവിടെ ഫ്രൂട്ട്സൊക്കെ വാങ്ങാനായിട്ട് വന്നേക്കണെയാണ്. പക്ഷെ മഹാലക്ഷ്മി അയാളെ കാണണമൊന്നുമില്ല. അപ്പോൾ അയാളിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇതാ പ്രതാപേട്ടൻ്റെ മോളല്ലേ മഹാലക്ഷ്മി, ഇവളുടെ ഭർത്താവ് വീൽ ചെയറിലായിരുന്നല്ലോ, ഇപ്പോൾ ആ ചെറുക്കൻ എഴുന്നേറ്റൊക്കെ നടക്കുന്നുണ്ടല്ലോ, ഈ ചെറുക്കൻ എന്നാ എഴുന്നേറ്റ് നടന്നു തുടങ്ങിയ, എന്തായാലും മഹാലക്ഷ്മിയോടൊന്ന് സംസാരിച്ചേക്കാന്നൊക്കെ വിചാരിച്ച് ഇയാൾ മഹാലക്ഷ്മിയുടെ അടുത്തേക്ക് സംസാരിക്കാനായിട്ട് പോകുമ്പം കടക്കാരൻ വിളിക്കുന്നുണ്ട്. അതേ ചേട്ടാ, ചേട്ടൻ എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പം വീണ്ടും ഇയാൾ സാധനങ്ങൾ മേടിച്ചിട്ട് സംസാരിക്കാമെന്നൊക്കെ ഓർത്ത് ഇങ്ങനെ തിരിഞ്ഞ് സാധനങ്ങൾ മേടിക്കുന്ന സമയത്ത് മഹാലക്ഷ്മിയും കണ്ണനും സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് കാറിലോട്ട് കയറാൻ പോകുന്നുണ്ട്. ആ സമയത്ത് ഇയാൾ നോക്കുമ്പം മഹാലക്ഷ്മിയും കണ്ണനും കാറിലേക്ക് കയറാണ്. അപ്പോൾ ഇയാൾ പറയുന്നുണ്ടോ, എന്തായാലും അവരോടൊന്നും സംസാരിക്കാൻ പറ്റിയില്ലല്ലോ, ഇതുവരെയും പ്രതാപേട്ടൻ പറഞ്ഞു കേട്ടില്ലല്ലോ മരുമകൻ എഴുന്നേറ്റ് നടന്ന കാര്യം, ഇനിയിപ്പോൾ പ്രതാപേട്ടനെ അത് മറച്ചു വെച്ചേക്കണയാണോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇയാൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. പിന്നീട് കണ്ണനും മഹാലക്ഷ്മി ആണെങ്കിൽ കാറിൽ കയറിയിരുന്നിട്ട് നമുക്കിനി നേരെ മഞ്ജുവിൻ്റെ വീട്ടിൽ പോകാൻ കണ്ണേട്ടാ, അവിടെ ചെന്ന് ഇതെല്ലാം കൊടുത്തിട്ട് നമുക്ക് അനന്തുവേട്ടൻ്റെ വീട്ടിലേക്ക് പോകാമെന്നും പറഞ്ഞ് കണ്ണനും മഹാലക്ഷ്മിയും പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അനന്തുവിനെ ലേഖേനെയാണ്. അനന്തുവിനോട് ലേഖ പറയുന്നുണ്ട്, മഹി കണ്ണേട്ടനും പോയിട്ട് ഇതുവരെയും വന്നില്ലല്ലോ, ഇനി അവരെവിടെ പോയേക്കുമായിരിക്കുമോ, അല്ലെങ്കിൽ തന്നെ ചുറ്റിനും ശത്രുക്കളാന്ന് പറയുമ്പം അനന്ത് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ശത്രുക്കളെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, മേഘനാണെങ്കിൽ കിടപ്പിലായി, പ്രതാപനാണെങ്കിൽ ഏകദേശം ഒതുങ്ങിയിട്ടുണ്ട്, പിന്നെ വാമദേവൻ്റെ കാര്യം അറിയാലോ, നല്ല കണക്കിന് തന്നെ മാർക്ക് കൊടുത്തതുകൊണ്ട് ഇനി കുറച്ച് ദിവസത്തെ അയാളുടെ ശല്യമൊന്നും ഉണ്ടാവില്ല. എന്നാലും അയാൾ എത്ര ദുഷ്ടനല്ലേ അനന്തുവേട്ട, സ്വന്തം സഹോദരിയുടെ ഭർത്താവിന് ഒരാൾ കൊന്നതിന് മഹിയെ ബ്ലാക്ക്മെയിൽ ചെയ്യണമെന്ന് പറയുമ്പം അനന്ത് പറയുന്നുണ്ട്, മാർക്കോയ്ക്കും എനിക്കും എല്ലാവർക്കും ഒരു സംശയമുണ്ട്, ഇനി പ്രതാപനെ കൊണ്ട് ഇത് ചെയ്യിച്ചത് അമ്മാവനാണോ എന്ന്. അതെന്താ അനന്തുവേട്ട അങ്ങനെ പറയണേന്ന് ചോദിക്കുമ്പം ഈ കണ്ണൻ്റെ അച്ഛൻ മരിക്കണ ആ ഒരു സമയത്ത് അമ്മാവൻ കമ്പനിയിൽ എന്തൊക്കെയോ കൃത്രിമങ്ങൾ നടത്തിയിട്ട് കണ്ണൻ്റെ അച്ഛനത് പിടികൂടിയിരുന്നു. എന്നിട്ട് അമ്മാവനെ കമ്പനിയിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചിരുന്ന ആ ഒരു സമയത്ത് ആ കണ്ണൻ്റെ അച്ഛന് ഈ ആക്സിഡൻറ്റ് സംഭവിച്ചു മരിച്ചേന്ന്. അന്നേരം ലേഖ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും അമ്മാവനും ഇതിൽ പങ്കുണ്ടാവും, അത് നമ്മൾ എങ്ങനെ കണ്ടെത്തുവാൻ എന്തുകൊണ്ടാന്ന് ചോദിക്കുമ്പം ഇത്രയും സത്യങ്ങൾ നമ്മളുടെ മുന്നിൽ വെളിവായില്ലേ, അതുപോലെ തന്നെ ബാക്കി സത്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും, എന്തായാലും സത്യങ്ങൾ അറിഞ്ഞിട്ട് വേണം അയാൾക്കുള്ള ശരിക്കുമുള്ള പണി കൊടുക്കാൻ. അത് കേട്ടതും ലേഖയാണെങ്കിൽ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി അയാളെ ഒന്നും വെറുതെ വിടരുത് അനന്തുവേട്ടാന്ന് പറയണു. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രതാപനെയും പ്രതാപൻ്റെ അമ്മേനെയാണ്. പ്രതാപനോട് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, എന്നാലും എൻ്റെ പ്രതാപ, നീ എന്ത് വലിയ ചതിയാടാ ചെയ്തത്, അത് ഞാനല്ല അമ്മേ, ആ വിശ്വനാഥൻ്റെ ആത്മാവ് എൻ്റെ ശരീരത്തിൽ കയറിയിട്ട് അവനെ അതെല്ലാം ചെയ്തു കൂട്ടിയെന്ന് പറയുമ്പോൾ, എന്തായാലും നിൻ്റെ മോളുടെ ജീവിതം ഒരു പരുവായിട്ടുണ്ട്, ഇനി എപ്പോഴാണ് സത്യങ്ങളെല്ലാം ഉണ്ണി അറിയണേന്ന് പറയാൻ പറ്റില്ല, കണ്ണനെ അറിഞ്ഞു കഴിഞ്ഞു, ഇനി നമ്മുടെ കുഞ്ഞിനെ അവിടെ തല ഉയർത്തി നടക്കാൻ പോലും പറ്റില്ലടാ പ്രതാപ എന്ന് പറയുമ്പം, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ അമ്മേ, സംഭവിച്ചു പോയില്ലേ, എന്തായാലും അന്ന് ഞാൻ അങ്ങനെ ചെയ്തതുകൊണ്ടല്ലേ എൻ്റെ മോൾക്ക് ഇപ്പോൾ ഈ ഗതി വന്നേന്ന് പറയുമ്പോൾ പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, അന്ന് ചെയ്തതിന് കുഴപ്പമില്ലായിരുന്നല്ലോടാ, എന്തായാലും അന്ന് നീ അവനെ കൊന്നപ്പോൾ ആ കണ്ണനെയും കൂടി തീർത്തായിരുന്നെങ്കിൽ ഇപ്പം നമ്മളുടെ കുഞ്ഞിന് ഈ സങ്കടമൊന്നും ഉണ്ടാവില്ലായിരുന്നു. എന്തായാലും കണ്ണൻ സത്യങ്ങൾ അറിഞ്ഞില്ലേ, ഇനി അധികം വൈകാതെ തന്നെ മഞ്ജുവും ഉണ്ണിയും ദുർഗയും സത്യങ്ങൾ അറിയും, പിന്നീട് നമ്മളുടെ കുഞ്ഞിനെ അവിടെ ജീവിക്കാൻ പറ്റില്ല എന്ന്. അന്നേരം പ്രതാപൻ പറയുന്നുണ്ട്, എനിക്കത് അറിയാമേ, അതുകൊണ്ട് തന്നെ ഞാൻ കരുണമോളോട് പറഞ്ഞിട്ടുണ്ട് കുറച്ച് തല താഴ്ത്തി ഒതുങ്ങി ജീവിക്കാമെന്ന് പറയുമ്പം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, കരുണമോൾക്ക് അതിന് സാധിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോടാ, നിന്നെയും ആ വാനരനെയും പറഞ്ഞാൽ മതിയല്ലോ, അവൻ ഒറ്റ ഒരുത്തൻ കാരണം എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം ഇങ്ങനെയായത്, നിന്നെയും കൊണ്ട് അയാളെ കൊല്ലിക്കുകയും ചെയ്തു, എന്നിട്ട് ആ വീട്ടിലേക്ക് തന്നെ നമ്മളുടെ കുഞ്ഞിനെ വിവാഹം ആലോചിച്ച് അവൻ വരികയും ചെയ്തു, ഇല്ലെങ്കിൽ ഈ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു എന്ന്. അങ്ങനെ ഒരു സംസാരിച്ചിരിക്കുമ്പോഴാണ് ഇവരുടെ അയൽവാസി അതിലെ പോണതും പ്രതാപനെ കണ്ടതും അയാൾ സന്തോഷത്തോടു കൂടി പ്രതാപൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് എന്താ പ്രതാപേട്ട വിശേഷം എന്ന് ചോദിക്കുമ്പം പ്രത്യേകിച്ചൊന്നുമില്ലടാ സുഖമായിട്ടിരിക്കണമെന്ന് പറഞ്ഞതും
പ്രതാപേട്ടന് ഇപ്പോൾ സുഖമാണല്ലോ, പ്രതാപേട്ടൻ്റെ മരുമകൻ വീൽ ചെയറിൽ നിന്നൊക്കെ എഴുന്നേറ്റല്ലോ എന്ന് പറയണു. ആ സമയത്ത് പ്രതാപൻ ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ അയാളെ നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട്, നീ ആരുടെ കാര്യമാണ് പറയണതെന്ന് ചോദിക്കുമ്പം വേറെ ആരുടെ കാര്യമാണ്, മഹാലക്ഷ്മിയുടെ ഭർത്താവില്ലേ ആ കമലേശ്വരത്തെ കണ്ണൻ, അയാൾ വീൽ ചെയറിൽ നിന്ന് എഴുന്നേറ്റല്ലോ എന്ന്. ആ സമയം പ്രതാപൻ ചോദിക്കുന്നുണ്ട്, എന്ത് കണ്ണൻ വീൽ ചെയറിൽ നിന്ന് എഴുന്നേറ്റെന്നോ, കഴിഞ്ഞ ദിവസം കൂടിയും കണ്ടപ്പോൾ അവൻ വീൽ ചെയറിലായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ പ്രതാപേട്ടനപ്പോൾ അറിഞ്ഞില്ലേ കണ്ണൻ വീൽ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് നല്ലോണം നടക്കുന്നുണ്ടല്ലോ, ഇപ്പം നല്ല മിടുക്കനായിട്ടാണ് നടക്കണേ. ഞാനിന്ന് ഫ്രൂട്ട്സ് വാങ്ങാൻ നിന്നപ്പോൾ അവിടെ മഹാലക്ഷ്മിയും കണ്ണനും ഉണ്ടായിരുന്നു. എനിക്ക് അവരോട് സംസാരിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ ഞാൻ സംസാരിക്കാനായിട്ട് ചെന്നപ്പോഴേക്കും അവർ കാറ് കയറിപ്പോയി എന്ന് പറയുമ്പം പ്രതാപൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട്, നീ ശരിക്കും അവരെ തന്നെയാണോ അവിടെ കണ്ടതെന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഇവിടുത്തെ കൊച്ചിനെ കണ്ടാൽ എനിക്ക് മനസ്സിലാവൂലേ, ആ കൊച്ചും ആ കൊച്ചിൻ്റെ ഭർത്താവുമായിരുന്നു, അവൻ വീൽ ചെയറിലല്ലേ എന്ന് ചോദിക്കുമ്പം വീൽ ചെയറിലൊന്നും അല്ല, നല്ലോണം മിടുക്കനായിട്ട് നടന്നു പോയി കാറ് കയറണയാണല്ലോ ഞാൻ കണ്ടതെന്ന്. ഇതേ സമയം നമ്മളുടെ മോഹിനി ഇതും കേട്ടുകൊണ്ട് അങ്ങോട്ട് വരുന്നുണ്ട്. മോഹിനിക്കാണെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്, എന്തായാലും കണ്ണൻ നടന്നത് ഇയാൾ കണ്ടിട്ടുണ്ട്, ഇനിയിപ്പോൾ എല്ലാവരും സത്യങ്ങൾ അറിയുമല്ലോ എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് പിന്നീട് മോഹിനി വിചാരിക്കുന്നുണ്ട്, അങ്ങനെ സത്യങ്ങൾ അറിയുവാണെങ്കിൽ അറിയട്ടെ, എല്ലാത്തിനും അതിൻ്റേതായ ഒരു സമയമുണ്ടല്ലോ. ആ സമയം പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ ഇങ്ങനെ ആകെ ഷോക്ക് അടിച്ചതുപോലെ നിൽക്കുകയാണ്. എന്നിട്ട് അയാൾ അങ്ങോട്ട് പോയി കഴിഞ്ഞതും പ്രതാപൻ്റെ അമ്മ പ്രതാപനോട് ചോദിക്കുന്നുണ്ട്, എടാ അവൻ പറഞ്ഞത് സത്യമായിരിക്കുമോടാ, അവൻ കണ്ണനെ തന്നെയാണോ കണ്ടതെന്ന് ചോദിക്കുമ്പം എനിക്കൊന്നും മനസ്സിലാവണില്ല അമ്മേ, ഇന്നലെ കൂടി അവൻ ഇവിടെ വീൽ ചെയറിലല്ലേ വന്നത്, പിന്നെ അവൻ നടക്കുന്നത് ഇവൻ കണ്ടു എന്ന് പറഞ്ഞാൽ എനിക്കതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, ഇനി ചിലപ്പോൾ സത്യമായിരിക്കൂടാ, ഇതിനു മുമ്പ് പല കാര്യങ്ങളും അവർ നമ്മളിൽ നിന്നും മറച്ചു വെച്ചിട്ടില്ലേ, അതുപോലെ കണ്ണൻ നടന്നു തുടങ്ങിയ കാര്യവും നമ്മളിൽ നിന്നും മറച്ചു വെച്ചതാണെങ്കിലോ എന്ന്. ആ സമയം പ്രതാപൻ പറയുന്നുണ്ട്, എല്ലാ തിരിച്ചടികളും ഒരുമിച്ചാണല്ലോ അമ്മയെ വരണേ, ഇനി ഇതും കൂടി അറിഞ്ഞാൽ കരണമോൾ ഇതെങ്ങനെ സഹിക്കുമെന്ന്. അങ്ങനെ പ്രതാപനും പ്രതാപൻ്റെ അമ്മയും ആകെ വിഷമിച്ച് നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം.